magnetism and matter. Magnetism and matter. നമ്മൾ ഫിസിക്സിൽ നമുക്ക് 12th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നൊരു ബ്രാഞ്ചാണ്. ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓൾറെഡി ഞാൻ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ഇങ്ങനെ ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും പറയുന്നതാണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ രണ്ട് ശാഖകളായിട്ട് തിരിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക്കും ഇലക്ട്രോ ഡൈനാമിക്സും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ റെസ്റ്റിലുള്ള ചാർജുകളെ പറ്റി പഠിക്കുന്ന ശാഖയാണ്. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മോഷനിലുള്ള പാർട്ടിക്കിളിനെ പറ്റി, ചാർജ് പാർട്ടിക്കിളിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് നമ്മൾ രണ്ട് ചാപ്റ്റർ പഠിച്ചു. ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ചാർജ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള കൺസെപ്റ്റുകളാണ് അവിടെ പറയുന്നത്. പിന്നീട് ചാർജിന് അതായത് രണ്ടാമത്തെ ചാപ്റ്ററിൽ പൊട്ടൻഷ്യലിനെ പറ്റി പഠിക്കുന്നു. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ചാർജിന് മണ്ടയ്ക്ക് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. ആ വർക്ക് ഡൺ ചെയ്യുമ്പോൾ ചാർജ് മൂവ് ചെയ്യും. ചാർജ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇലക്ട്രിസിറ്റി കറണ്ട് ഉണ്ടാവും, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. അങ്ങനെ ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുമ്പോൾ ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയെ പറ്റി പഠിക്കേണ്ടി വന്നു. അങ്ങനെ ചാർജ് മൂവ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുമ്പോൾ ഈ ഇലക്ട്രിക് കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് പഠിച്ചു. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണക്കാരനാരാ? ചാർജ്, മൂവിങ് ചാർജ് ഇല്ലേ? മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ നാലാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചത്, ശരിയല്ലേ? എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചാർജ് മൂവ് ചെയ്യുന്നതുകൊണ്ട് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയുള്ളൂ ഈ ലോകത്ത് കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള കൺസെപ്റ്റിനകത്തെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത് ഫ്ലോയിങ് അല്ലെങ്കിൽ മൂവിങ് ചാർജുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ? അല്ല. എർത്ത് ഒരു മാഗ്നറ്റ് ആണെന്നാ പറയുന്നത്. കാരണം പണ്ട്, അതായത് ഗ്രീസിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, മഗ്നീഷ്യ എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പൊ ഈ മഗ്നീഷ്യ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഈ പണ്ട് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം അവിടെ കുറെ ഈ പറഞ്ഞ പോലെ നാട്ടിടയന്മാരുണ്ടായിരുന്നു. അപ്പൊ അവർ ഈ ആടിനെ മേയ്ക്കാൻ അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കാനൊക്കെ പോകുന്ന സമയത്ത്, അവർ മലമണ്ടക്കിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് തെന്നി താഴോട്ട് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി അവര് സ്റ്റഡുള്ള ഷൂ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് ഇരുമ്പിന്റെ ആണികളുള്ള ഷൂ ആണ് ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചില ഭാഗത്ത് ചെല്ലുന്ന സമയത്ത് അവർക്ക് കാല് തറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാല് പൊക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കണ്ടു തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ അന്ന് സയന്റിസ്റ്റ് എന്നല്ലായിരുന്നു പറയുന്നത്, ഫിലോസഫേഴ്സ് ആയിരുന്നു. അവര് കണ്ടുപിടിച്ച് എന്തോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടെന്നുള്ളത്. പിന്നീട് അത് മാഗ്നറ്റിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയിട്ട് മാറി. അതൊരിക്കലും ചാർജ് ഫ്ലോ ചെയ്തുണ്ടാകുന്ന മാഗ്നറ്റിസം അല്ല. നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് ഒരിക്കലും ഒരു ചാർജ് ഫ്ലോ ചെയ്തിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് കൺസെപ്റ്റ് അല്ല. അപ്പം നമുക്ക് ചാർജ് ഫ്ലോ ചെയ്തുണ്ടാകുന്ന മാഗ്നറ്റിസം മാത്രമല്ല, ഒരു മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിസത്തെ പറ്റിയും നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ നമ്മളൊരു ബാർ മാഗ്നറ്റിനെ എടുത്തിട്ട് അതിനെ ആസ്പദമാക്കിയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പൊ ആദ്യം ബാർ മാഗ്നറ്റ് എന്താന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ശരിക്കും ഈ ചാപ്റ്റർ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു റിപ്ലിക്കയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ, അവിടെ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. അത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇവിടെ അതിന്റെ സെയിം പ്ലേസിൽ മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നിങ്ങളോട് പറഞ്ഞായിരുന്നു, മാഗ്നറ്റിക് ഡൈപോൾ കഴിഞ്ഞ റയോപ്റ്റിക്സിന്റെ മുമ്പിലത്തെ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ. അപ്പൊ അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ സ്കൂളുകളിൽ പല സ്കൂളുകളിലും അവിടെ സ്മോൾ ലെറ്റർ എം ഇട്ടാണ് പഠിപ്പിച്ചത്. എന്നാൽ ഈ ചാപ്റ്റർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ക്യാപിറ്റൽ ലെറ്റർ എം ആക്കും. കാരണം ഇവിടെ സ്മോൾ ലെറ്റർ എം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ആ പോളിന്റെ സ്ട്രെങ്തിനെയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. അതേപോലെ ഒരു ഡെറിവേഷനും ഇന്ന് പഠിപ്പിക്കാനുള്ള സമയം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആദ്യം സബ് ഹെഡിങ് ആയിട്ട് ബാർ മാഗ്നറ്റ് എന്ന് അങ്ങോട്ട് എഴുതുക. ബാർ മാഗ്നറ്റ് എന്ന് അങ്ങോട്ട് എഴുതുക. ബാർ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഡൈപോളിന് എക്സാമ്പിൾ ആണ്. ബ്രാക്കറ്റിൽ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് എഴുതാം. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു ബാർ മാഗ്നറ്റ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നിങ്ങളും വരയ്ക്കണം. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്തിലായിരിക്കും, എൻഡ് ചെയ്യുന്നത് സൗത്തിലായിരിക്കും. ശരിയല്ലേ? അപ്പം കുറേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. അതേപോലെ ഇങ്ങോട്ടും.
ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്തിലാണ്, എൻഡ് ചെയ്യുന്നത് സൗത്തിലാണ്. കണ്ടോ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആരോ കൊടുക്കുക. ഓക്കെ, എന്നാൽ ഇന്റേണലി ഇത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കും വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്റേണലി സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ബാർ മാഗ്നറ്റിന്റെ ഒരു ഡയഗ്രമാണ്. ഇനി ഈ ബാർ മാഗ്നറ്റിനെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന്റെ സൈഡിലായിട്ട് നിങ്ങൾ ഒരു പടവും കൂടെ ഒന്ന് വരയ്ക്കണം. വീണ്ടും ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഒരു ചെറുതായിട്ട് വരച്ചാൽ മതി, വലിയ ഇത്രയും ആഡംബരമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ചെറുതായിട്ട് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഒരു സൈഡിൽ നോർത്ത് പോൾ, ഒരു സൈഡിൽ സൗത്ത് പോൾ. ഇനി എപ്പോഴും ആലോചിച്ചോണം, ഈ ഓരോ ഇവിടെ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അനുഭവപ്പെടുക അതുകൊണ്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന അവിടെ. അപ്പൊ അവിടെ ആയിരിക്കും അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സ് കൂടുതൽ. അട്രാക്റ്റീവ് ആണെങ്കിലും റിപ്പൾസീവ് ആണെങ്കിലും ഫോഴ്സ് കൂടുതൽ രണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോഴായിരിക്കും. വേറൊരു മാഗ്നറ്റിനെ ഈ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സും ഈ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെയും ഇവിടെയും ആയിരിക്കും സ്ട്രോങ്. ഓക്കെ ആണല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ പോൾ സ്ട്രെങ്ത് കൂടുതലാണെന്നർത്ഥം. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ള പോൾ സ്ട്രെങ്തിനെ സ്മോൾ എം എന്നും റൈറ്റ് സൈഡിലുള്ള പോൾ സ്ട്രെങ്തിനെ സ്മോൾ എം എന്നും തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ഡിസ്റ്റൻസിനെ നമ്മൾ 2L എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്നുണ്ട്. എം ഈസിക്കൽ ടു എന്താണെന്നറിയാമോ? എം ഈസിക്കൽ ടു 2L ഇൻറ്റു സ്മോൾ എം എന്ന് വരും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിന്റെ തൊട്ടപ്പുറത്തോട്ട് തന്നെ വീണ്ടും ഒരു പടം കൂടെ വരയ്ക്കണം. ഒരു പ്ലസ് ക്യൂ, ഒരു മൈനസ് ക്യൂ, സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഓഫ് 2A. ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആയില്ലേ? ഓക്കെ, അപ്പം ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. എന്നാൽ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷനോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. അത് പി ആണ്. ശരിയല്ലേ? പിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ആണല്ലോ, ആണ്. അപ്പൊ ഇവിടത്തെ പിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ പിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2A ഇൻറ്റു എനി ഓഫ് ദ ചാർജ് Q. അതേപോലെ തന്നെയാണ് ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ആ 2A എടുക്കുന്നതിന് പകരം ഇവിടെ 2L എന്ന് എടുക്കുന്നു. ഇവിടെ Q എടുക്കുന്നതിന് പകരം ഇവിടെ സ്മോൾ ലെറ്റർ എം പോൾ സ്ട്രെങ്ത് ആണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ ക്യാപിറ്റൽ P എടുക്കുന്നതിന് പകരം ഇവിടെ ക്യാപിറ്റൽ എം ആണ്. ഇനി ക്യാപിറ്റൽ നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണെങ്കിലും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നേരത്തെ മറ്റേ അതിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ടായ പോലെ തന്നെ ഇവിടെ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ. ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഈ പോൾ സ്ട്രെങ്തിനെ സ്മോൾ എം ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ പറഞ്ഞത് അവിടുത്തെ ഡൈപോൾ മൊമെന്റിനെ ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കുന്നത്. ഇത് രണ്ടും വെക്ടറാണ്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. കാരണം അവിടെ പഠിക്കുന്ന രണ്ട് ഡെറിവേഷൻ ഇവിടെ ബോണസ് ആയിട്ട് കിട്ടുകയാണ്. അവിടുത്തെ പഠിച്ച തന്നെ ഇവിടെ കിട്ടുക. അതായത് ഇ മാറ്റി ബി ആക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. അതുപോലെ 1/ε0 മാറ്റി ഇവിടെ μ0 ആക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ ഈ പറയുന്ന ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് സബ് ഹെഡിങ് എഴുതുക. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക the space around the magnetic material where the material can experience a magnetic force. അടുത്തത് എഴുതേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്.
magnetic field lines. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ ഇത് ഈ വരച്ച ലൈൻസിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇമാജിനറി ലൈനാണ്, കാണാൻ പറ്റത്തൊന്നുമില്ല. ദ ഇമാജിനറി line which indicates the direction and magnitude of field in a particular direction, direction. അടുത്തത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടിയുടെ അതേപോലെ തന്നെയുള്ളൂ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടി. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യത്തില്ല. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഫീൽഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ കണ്ടോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, കണ്ടോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, അത്രേ ഉള്ളൂ, തിരിച്ചിങ്ങോട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് പോയിട്ട് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക്, കണ്ടോ, ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്, അവിടെ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും അതുമായിട്ട് സെയിം തന്നെയാണ്. അപ്പൊ എഴുതിക്കോ, പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. Properties of magnetic അതിൽ ഒന്നാമത്തേത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് ഫോംസ് കണ്ടിന്യൂസ് ലൂപ്പ്. ആദ്യത്തേത് തന്നെ അത് തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് forms a continuous loop. രണ്ടാമത്തേത്, ടാൻജന്റ്. നമുക്കറിയാലോ, ഇതിലൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, അത് അന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ, ഇതിലൊരു ടാൻജന്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടും. കണ്ടോ, ഇങ്ങനെ കണ്ടോ. അപ്പൊ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടും. അതാണ് പറയാൻ പോകുന്നത്. ടാൻജന്റ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, magnetic field at any point gives its direction at that point, at that point. അതേപോലെ തന്നെ larger the number of field lines, കൂടുതൽ ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ, ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് per unit area, ഒരു യൂണിറ്റ് ഏരിയ കൂടെ കുറെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ങർ ആയിരിക്കും എന്നർത്ഥം. The stronger the magnetic field is, stronger the magnetic field is. അടുത്തത്, the magnetic field lines do not intersect. The magnetic field lines, അതും അവിടെ മറ്റേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അതുപോലെ തന്നെയായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് do not intersect. അടുത്തത്, the magnetic field lines start from north pole and end at south pole, and return to the north pole
to the north pole through the interior of the magnet, through the interior of the magnet, interior of the magnet, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടിയാണ് എഴുതിയത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് ഒരു 99% അതേപോലെ തന്നെയാണ്. ആ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നത് ഫസ്റ്റും ലാസ്റ്റും തന്ന പോയിന്റ് മാത്രമേ ഉള്ളൂ ഇച്ചിരി വ്യത്യാസം വരുന്നത്, ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. അതേപോലെ നമുക്ക് ബാർ മാഗ്നറ്റ് വെച്ചിട്ടാണ് ഈ ഇതിനകത്ത് എക്സ്പെരിമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാർ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയെ പറ്റി ഒന്ന് പഠിച്ചിരിക്കണം. അതും കൂടെ ഒന്ന് എഴുതിക്കോ. പ്രോപ്പർട്ടീസ് ഓഫ് ബാർ മാഗ്നറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ബാർ മാഗ്നറ്റ്. അതായത് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് പൊട്ടിച്ചു. ബാർ മാഗ്നറ്റിന്റെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഞാൻ നടുക്കുന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഐസൊലേറ്റഡ് പോൾസ് ഫോം ചെയ്തില്ല. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് നോർത്ത് പോൾ ഇത് സൗത്ത് പോൾ ഇവിടുന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് നോർത്ത് പോൾ മാത്രം ഇത് സൗത്ത് പോൾ മാത്രം അങ്ങനെ ആവത്തില്ല. അത് പൊട്ടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ പീസ് എന്തായിട്ട് മാറും? നോർത്ത് പോളും സൗത്ത് പോളും ആയിട്ട് മാറും. അടുത്ത പീസ് എന്തായിട്ട് മാറും? സൗത്ത് പോളും നോർത്ത് പോളും ആയിട്ട് മാറും. മനസ്സിലായോ? ഒരിക്കലും ഒറ്റ പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല ബാർ മാഗ്നറ്റ് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം നോ ഐസൊലേറ്റഡ് പോൾസ് എക്സിസ്റ്റ്. നോ ഐസൊലേറ്റഡ് പോൾസ് എക്സിസ്റ്റ്. നോ ഐസൊലേറ്റഡ് പോൾ എക്സിസ്റ്റ്. രണ്ടാമത്തേത് ലൈക്ക് പോൾ റിപ്പൽ. അത് നമ്മൾ അവിടെ പഠിച്ചു. ലൈക്ക് ചാർജ് റിപ്പലും അൺലൈക്ക് ചാർജ് അട്രാക്റ്റും. അതേപോലെ തന്നെ ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്സ്. അടുത്തത് ഈ ബാർ മാഗ്നറ്റിന്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ അനുഭവപ്പെടുന്നത് അവിടെ പോളിലാണ്. അപ്പൊ അതിനെ പോൾ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ചില ടെക്സ്റ്റിനകത്ത് പി വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ടെക്സ്റ്റിനകത്ത് CBSEയുടെ ടെക്സ്റ്റിനകത്തും ICSE ടെക്സ്റ്റിനകത്ത് എനിക്ക് തോന്നുന്നു എം വെച്ചിട്ട് പി വെച്ചിട്ടാണ് തോന്നുന്നു റെപ്രസെന്റ് ചെയ്യുന്നത്. എനിവേ എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം പവർ ഓഫ് അട്രാക്ഷൻ of magnet is concentrated at the end of magnet and are called as magnetic poles. And its strength is denoted by small letter m. ബ്രാക്കറ്റിലെ പോൾ സ്ട്രെങ്ത് എന്ന് എഴുതാം. പോൾ സ്ട്രെങ്ത്. നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ പി എന്തായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ എന്തായിരുന്നു? 2 equal and opposite charges separated by a small distance of 2a. ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ 2 equal and opposite poles separated by a small distance of 2l ആണ്. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിയേക്കാം. 2 equal and opposite poles separated by a small distance is called magnetic dipole. അടുത്ത ഡോട്ട് അടുത്ത എഴുതേണ്ടത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്താന്നുള്ള കാര്യം എഴുതണം. നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P = 2a × Q ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്
മൊമെന്റ് m മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് m ഈസ് ഈക്വൽ ടു 2l ഇൻറ്റു സ്മോൾ ലെറ്റർ m. സ്മോൾ ലെറ്റർ m പോൾ സ്ട്രെങ്ത് ആണ്, ഓൾറെഡി പറഞ്ഞിരുന്നു. മറ്റേ അവിടുത്തെ ക്യൂവിന്റെ എഫക്റ്റ് ആണ് ഇവിടുത്തെ സ്മോൾ ലെറ്റർ എമ്മിന്. ഓക്കെ, ഇനി അതിന്റെ ഡയറക്ഷൻ, ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ, where 2l is the dipole length. അവിടെ 2a ഗുണം ഇവിടെ 2l ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി ഇതിനുണ്ട്, ആ പോയിന്റ് കൂടി എഴുതിക്കോളൂ. ഒരു പോയിന്റ്, എ ഫ്രീലി സസ്പെൻഡഡ് bar magnet will always align in north south direction, hence give direction. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വനത്തിനുള്ളിലൊക്കെ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോമ്പസ് നീഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പോകേണ്ട ദിശ നമുക്ക് കൃത്യമായിട്ട് ഏകദേശം ഈ ഒരു ഐഡിയ കിട്ടും. ഇപ്പം നമ്മൾ ഈ ഇതിനൊക്കെ പോകുമ്പോഴേ ഒരു ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത്, ഫോറസ്റ്റിനകത്ത് ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഫോറസ്റ്റ്, ഇപ്പം കേരളത്തിൽ തന്നെ പല നെല്ലിയാമ്പതി ഉണ്ട്, അതേപോലെ ഇവിടെ തേക്കടി ഉണ്ട്, പെരിയാർ ടൈഗർ റിസർവിനകത്തൊക്കെ ഒത്തിരി ട്രെക്കിംഗ് പ്രോഗ്രാമുകളുണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഈ സംഭവങ്ങളൊക്കെ കാണും. ഇൻ കേസ് നമ്മൾ അറിയാലോ, ഡെൻസ് ഫോറസ്റ്റിനകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നടന്നു പോകുന്ന വഴിയൊന്നും ഇല്ല. അപ്പൊ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വഴി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിന് പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് ഇച്ചിരി പാടാണ്. അപ്പം അവരുടെ കയ്യിലൊക്കെ ദിശ നോക്കാൻ വേണ്ടി നമുക്ക് ദിശ നോക്കി ആ കാടിന് പുറത്തിറങ്ങാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരുന്നില്ല. ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ദിശ നോക്കി പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബാർ മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എർത്തിന്റെ ജോഗ്രഫിക്കൽ നോർത്ത് പോളിലോട്ട് ഇതിന്റെ നോർത്ത് പോൾ പോയിന്റ് ചെയ്യും, എർത്തിന്റെ ജോഗ്രഫിക്കൽ സൗത്ത് പോളിലോട്ട് ഇതിന്റെ സൗത്ത് പോൾ ഇത് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തുകൊണ്ട് നോർത്തും റിപ്പൽ ഇല്ലേ ചെയ്യുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്തിന്റെ ജോഗ്രഫിക്കൽ നോർത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ അകത്ത് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്നും ആ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സൗത്ത് ആണ് ജോഗ്രഫിക്കൽ നോർത്തിൽ ഇരിക്കുന്നതെന്നാണ് പഠനം പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, പഠിക്കാനില്ല, നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് എർത്ത്സ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് നേരത്തെ പഠിക്കാനുണ്ടായിരുന്നത്, എടുത്ത് കളഞ്ഞതാണ്. നമുക്കത് പഠിക്കാനില്ല, സിലബസിലില്ല. അപ്പൊ അതനുസരിച്ച് എർത്ത് ഒരു മാഗ്നറ്റ് ആണെന്നാണ് പറയുന്നത്. എർത്തിനകത്ത് ഒരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എർത്തിന് ഒരു ജോഗ്രഫിക്കൽ നോർത്ത് പോളും ഉണ്ട്, ഒരു ജോഗ്രഫിക്കൽ സൗത്ത് പോളും ഉണ്ട്. അതേപോലെ തന്നെ ഒരു മാഗ്നറ്റിക് നോർത്ത് പോളും ഇത് അതിന്റെ ആക്സിസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്തൊരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, ഇങ്ങനെ ഇച്ചിരി ചരിഞ്ഞായിരിക്കുന്നത്. ആ ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഇവിടെയും നോർത്ത് പോൾ ഇവിടെയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്സിസിലൂടെ പോകുന്നുണ്ട്. ഇത് അതിന്റെ മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളാണിത്. ഇത് അതിന്റെ മാഗ്നറ്റിക് നോർത്ത് പോളുമാണ്. അതുകൊണ്ടാണ് മറ്റേ ബാർ മാഗ്നറ്റ് വെളിയിലൊരു ബാർ മാഗ്നറ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ നോർത്ത് പോളിൽ നിന്ന് ഒരു തീറ്റ ആംഗിൾ മാറിയിട്ട് ഇങ്ങനെ ആയിരിക്കുന്നത്. അതെന്തുണ്ടാ ചോദിച്ചു നോക്കി, എർത്തിന്റെ നോർത്തും ബാർ മാഗ്നറ്റിന്റെ എർത്തിനകത്തുള്ള മാഗ്നറ്റിന്റെ സൗത്തും ഹാങ് ചെയ്ത ബാർ മാഗ്നറ്റ് നോർത്തും തമ്മിലാണ് ശരിക്കും അവിടെ എന്ത് വരുന്നത്, അട്രാക്ഷൻ വരുന്നത്. പിന്നെ നമ്മൾ പറയുന്നതേ ഉള്ളൂ, എന്താ ജോഗ്രഫിക്കൽ നോർത്ത് പോളിനോ
ആ ഡയറക്ഷനിൽ തന്നെ ഇത് ചെയ്യുന്നത്. അതിന്റെ ശരിക്കും ലോജിക്ക് ഇതാണ്. നമുക്ക് പഠിക്കാനല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും എഴുതണ്ട. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഒരു ഡെറിവേഷനോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പരിപാടി നമുക്ക് വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അത് ഡെറിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പഠിച്ചിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് ആക്സിൽ. ഓർക്കുന്നുണ്ടോ? നെഗറ്റീവ് ക്യൂ, പോസിറ്റീവ് ക്യൂ, 2a, സെൻറ്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് ദൂരെ p എന്ന് പറയുന്ന പോയിന്റ്, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ 4πε0 r³ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഇക്വേറ്ററി വരുമ്പോഴത്തേക്കും p ഡിവൈഡ് ബൈ 4πε0 r³. ഇത് തന്നെ ഇതിന് പകരം മാഗ്നറ്റ് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാം. ഒന്നുമില്ല, ഈ p മാറിയിട്ട് m വരും, 1/ε0 മാറിയിട്ട് μ0 വരും. ബാക്കിയുള്ള എല്ലാം സെയിം ആയിരിക്കും ഫൈനൽ ആൻസർ. അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഹെഡിങ് എഴുതിയിട്ട് ആ ഡെറിവേഷൻ എഴുതിയിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. 3 ഡെറിവേഷൻ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പം ഒരു ഡെറിവേഷൻ എന്ന് പഠിപ്പിക്കാം. ഇത് എഴുതിക്കോ, മാഗ്നറ്റിക് ഹെഡിങ് എഴുതിക്കോ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു അല്ല മാഗ്നറ്റിക് ഫീൽഡ് ഓൺ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ the axial line of a bar magnet അപ്പോൾ നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുക. ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഇവിടെയും നോർത്ത് പോൾ ഇവിടെയുമാണ് കൺസിഡർ ചെയ്യുന്നത്. ബാർ മാഗ്നറ്റിന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് ഞാൻ ഇതായിട്ടാണ് എടുത്തു. അപ്പം ഇതിന്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്ന് നമുക്കറിയാമല്ലോ. L ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അല്ല ഇത് 2L ആണ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് L ഉം ഇതും L ആയിട്ട് മാറും. ഞാൻ സെൻറ്ററിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് ദൂരെ, ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ നോർത്ത് പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നോർത്ത് പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, സൗത്ത് പോൾ എക്സേർട്ട് ചെയ്യും. നോർത്ത് പോൾ അടുത്തായതുകൊണ്ട് തന്നെ നോർത്ത് പോൾ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും വളരെ കൂടുതൽ. അപ്പൊ ഞാനത് വെക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി വലിയ ലൈൻ വരയ്ക്കുകയാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു നോർത്ത് പോൾ ആണ്. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വേണ്ട ഇത്രയുമാണ്. ഇത് എത്രയാ? ഇത് ഇത്രയും r ആണെങ്കിൽ ഇത് എന്താ r - L ആയിരിക്കും. അതേപോലെ തന്നെ ഈ സൗത്ത് പോളും ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷെ അത് ഒത്തിരി ദൂരത്തായതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അത്രയും എഫക്റ്റ് ഉണ്ടാവത്തില്ല. അപ്പൊ അത് എങ്ങോട്ട്, അതിന്റെ ഡയറക്ഷൻ എപ്പോഴും സൗത്ത് പോളിലേക്ക് തന്നെ ആയിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും. കണ്ടോ, ഈ ലൈൻ ഇച്ചിരി വലുതാക്കിയാണ് വരച്ചിരിക്കുന്നത്. വെക്ടർ ആയതുകൊണ്ട് നീളമുള്ള ലൈനിന് പ്രസക്തി ഉണ്ട്. മനസ്സിലായി? നീളമുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെന്ന് അർത്ഥം. ഇത് എന്താ, ഇതിപ്പോ നമ്മൾ ചെറിയൊരു ലൈനാണ് വരയ്ക്കുന്നത്. ഇത് നമ്മൾ സൗത്തിന്റെ ചെറിയൊരു ലൈനാണ് വരയ്ക്കുന്നത്. അത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സൗത്ത് ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സൗത്ത് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് തന്നെ. അത് എത്രയും ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? അത് വേണ്ട ഇത്രയും ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ഇത്രയും ഡിസ്റ്റൻസ്. ഇതെന്താ? ഇത് R+L ആണ്. മറ്റേ R- Aയും R+Aയും വന്ന പോലെ തന്നെ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടത്തെ നെറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് ഇങ്ങോട്ടും ആണെങ്കിൽ നെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും വലുത് എങ്ങോട്ടാ? B നോർത്താ. B നോർത്ത് - B സൗത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി പിടിപ്പിക്കണം എന്നുള്ളതാണ്. എഴുതിയില്ലേലും കുഴപ്പമില്ല, നിങ്ങളുടെ സ്വന്തം സെന്റൻസ് എഴുതിയാൽ മതി. ഞാൻ എന്തായാലും അങ്ങ് തരികയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം, കൺസിഡർ എ ബാർ മാഗ്നറ്റ്. ഇത്രയും വരച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടത് കൺസിഡർ എ ബാർ മാഗ്നറ്റ്. ഇത്രയും വരച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടത് കൺസിഡർ എ ബാർ മാഗ്നറ്റ്. Consider a bar magnet having north and south pole, having pole strength small letter m, അല്ലേ? and is separated by a distance of 2L ആണെന്ന് നമുക്കറിയാം. consider a point P at a distance
r from the center of dipole. Dipole means ഇവിടെ bar magnet ആണ് കേട്ടോ, bar magnet. അപ്പോൾ നമുക്ക് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് P is to be measured. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് at point P is to be measured. അപ്പം ഈ രണ്ട് പോളും ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും. നോക്കിയോ, ഒരു ലൈൻ വിട്ടിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു പോൾ സ്ട്രെങ്ത് at north pole is given by Bn is equal to നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ mu0/4 pi m small m divided by r minus l the whole square ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 q divided by r square ആയിരുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിന് പകരം മാഗ്നറ്റിക് ഫീൽഡ് ആക്കുന്നു, 1/epsilon 0 പകരം mu0 ആക്കുന്നു, 4 pi ആക്കുന്നു. ഈ q ന് പകരം പോൾ സ്ട്രെങ്ത് സ്മോൾ m ആക്കുന്നു, ബാക്കി എന്താ r square. അതേപോലെ r square എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ്, അപ്പം നോർത്ത് പോളിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ r minus l ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു പോൾ സ്ട്രെങ്ത് at south pole is given by b south is equal to എന്താ mu0/4 pi അത് തന്നെ m divided by r plus l the whole square. കാരണം സൗത്ത് പോളിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ദൂരം r plus l ആണ്, r plus l the whole square ആണ്. അങ്ങനെയാണെങ്കിൽ ബി നെറ്റ് എന്തായിരിക്കും? ഇവിടുത്തെ വലിയത് എപ്പോഴും നോർത്ത് പോൾ അടുത്തിരിക്കുന്നുണ്ട്, നോർത്ത് പോളിന്റെ എഫക്റ്റ് ആയിരിക്കും കൂടുതൽ. അപ്പം വലിയ മാഗ്നറ്റിക് ഫീൽഡ് മൈനസ് ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ബി നോർത്ത് മൈനസ് ബി സൗത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, mu0/4 pi small m divided by r minus l the whole square minus mu0 divided by 4 pi m divided by r plus l the whole square. ഇവിടെ കോമൺ ആയിട്ടുള്ള പുറത്തിറക്കാം, mu0 m divided by 4 pi കോമൺ ആണ്, ബാക്കി 1/r minus l the whole square minus 1/r plus l the whole square. ഇതെല്ലാം നമ്മൾ പഠിച്ചാണ് ഈ മോഡൽ. ഇതിങ്ങോട്ടും LCM എടുക്കുക. അപ്പൊ എന്ത് വരിക? mu0 m divided by 4 pi into r plus l the whole square മൈനസ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, r minus l the whole square ഡിവൈഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ r minus l the whole square into r plus l the whole square. അടുത്ത സ്റ്റെപ്പിനകത്ത് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക, mu0 m divided by 4 pi into r plus l the whole square എന്ന് പറയുമ്പോൾ r square plus 2rl plus l square മൈനസ് ആയതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിനകത്ത് വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാവേ. r square minus 2rl plus എന്താ l square divided by നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മറ്റേ അവിടെ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് a plus b into a minus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് a square minus b square എന്ന് എഴുതാം. അപ്പം a plus b the whole square into a minus b the whole square എന്ന് പറഞ്ഞാൽ a square minus b square the whole square എന്ന് എഴുതാം. ഇവിടെ ആ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ r square minus l square the whole square എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, mu0 m divided by 4 pi into r square plus 2rl plus l square minus r square plus 2rl minus l square എന്ന് വരുന്നു. താഴെ എന്താണ് r square minus l square the whole square. നമുക്കറിയാം പ്ലസ് r square minus r square പോയി, പ്ലസ് l square minus l square പോയി. അങ്ങനെയാണെങ്കിൽ mu0 m divided by 4 pi into 2rl plus 2rl എന്ന് പറയുമ്പോൾ
4RL എന്ന് വരുന്നു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ μ0m ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഇതിനെ ഞാൻ എന്താക്കാന്ന് അറിയാമോ? ഇതിനെ ഞാൻ 2L ഇൻറ്റു 2R എന്നാക്കുകയാണ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കി m ഇൻറ്റു 2L എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ M അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് μ0 ക്യാപിറ്റൽ M 2R ഡിവൈഡ് ബൈ 4π ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ബി നെറ്റിന്റെ കാര്യമാണ് എഴുതുന്നത്, അല്ലെ ബി ടോട്ടലിന്റെ കാര്യമാണ് എഴുതുന്നത്. കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാ. ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എൽ, ദെയർഫോർ എന്താണ്? സോ ആർ സ്ക്വയർ വെരി 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 ഗ്രേറ്റർ ദാൻ എൽ സ്ക്വയർ. സോ എന്താണ്? ആർ സ്ക്വയർ ഇൻ അല്ലെ എൽ സ്ക്വയർ ഇൻ ഡിനോമിനേറ്റർ ഈസ് നെഗ്ലക്റ്റഡ്. അങ്ങനെയാണ് നമുക്ക് ബി നെറ്റിന്റെ ഇക്വേഷൻ തന്നെ ഇങ്ങനെ എഴുതാം. μ0 2mr ഡിവൈഡഡ് ബൈ 4π ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും, കാരണം എൽ സ്ക്വയർ പോയി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനെ μ0 2mr ഡിവൈഡഡ് ബൈ 4π r raised to 4 എന്ന് വരുന്നു. ഈ 6 കട്ട് മുകളിൽ താഴത്തെ 4 ആറുണ്ട്, അതിൽ ഒരു 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3. അങ്ങനെയാണ് ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ബി നെറ്റ് ഈസ് ഈക്വൽ ടു എന്താ? μ0 2m ഡിവൈഡഡ് ബൈ 4π r ക്യൂബ്. ബി മറ്റേ ഈ ആക്സിയലും ഇത് തന്നെ അല്ലായിരുന്നോ? ഈ ആക്സിയൽ ഓർക്കുന്നുണ്ടോ? 1/4π എപ്സിലോൺ 0 അല്ല 2p ഡിവൈഡ് ബൈ 4π എപ്സിലോൺ 0 r ക്യൂബ്. കണ്ടോ? അപ്പൊ ഇവിടെ പിക്ക് വരെ ക്യാപിറ്റൽ എം വന്നു, 1/എപ്സിലോൺ 0ക്ക് വരെ μ0 വന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഇത് തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാനുണ്ട്, ഇക്വേറ്ററിലെയും കണ്ടുപിടിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതൊരു 4 ക്ലാസ് മതി കേട്ടോ ഈ ചാപ്റ്റർ തീരാനായിട്ട്, വലുതായിട്ടൊന്നും വേണ്ട, പെട്ടെന്ന് തീരും ചാപ്റ്റർ. ചെറുതാക്കി കാണിക്കാം, എഴുതിയെടുക്കാനുള്ളവർ എഴുതിയെടുത്തോളൂ. കഴിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത്ര എടുക്കുന്നുള്ളൂ.